വട്ടവും കേരളത്തിൽ ഇടതു സർക്കാർ തന്നെ അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നതായി അദ്വൈത വിദ്യാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരി പറയുന്നു. ഈ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ സംസ്ഥാനത്ത് മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം നടന്നുവെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. രാഷ്ട്രീയ ഭേദമന്യേ മുസ്ലിം വിഭാഗത്തിലുള്ളവർ ഒറ്റക്കെട്ടായി നിന്നു. മുസ്ലിം പണ്ഡിതർ ഏകീകരണത്തിനുള്ള ആഹ്വാനവും നടത്തി. ക്രൈസ്തവ പുരോഹിതർ സ്ഥാനാർത്ഥികളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ആർക്കൊക്കെ വോട്ട് ചെയ്യണമെന്ന് വരെ പറഞ്ഞു. കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് ലീഗിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും നിർദ്ദേശപ്രകാരമാണ്. അതുകൊണ്ട് ഇസ്ലാമിക രാഷ്ട്രത്തിനായി നിലകൊള്ളുന്ന ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടുന്ന ഒരു സർക്കാർ കേരളത്തിൽ ഉണ്ടാവരുത്. ബി.ജെ.പിക്ക് ഇവിടെ സർക്കാർ രൂപീകരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ഇപ്പോൾ അവർക്ക് അതിന് കഴിയില്ല. ഈ സാഹചര്യത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാവുന്നതാണ് അഭികാമ്യം. തന്റെ ആഗ്രഹവും അതുതന്നെയാണെന്നും ചിദാനന്ദപുരി പറയുന്നു. ബി.ജെ.പിക്ക് ഭാവിയിൽ കേരളം ഭരിക്കണമെങ്കിൽ അടുത്ത വട്ടം ഇടതുപക്ഷം തന്നെ ഭരിക്കണം. പ്രക്ഷോഭങ്ങളാണ് എക്കാലത്തും CPM-ന്റെ പ്രധാന കരുത്ത്. തുടർച്ചയായ ഭരണം നടത്തുമ്പോൾ പ്രക്ഷോഭണ കരുത്ത് ദുർബലമാകും. കോൺഗ്രസിന്റെ കരുത്ത് എന്നാൽ അധികാരമാണ്. ഒരു വട്ടം കൂടി പ്രതിപക്ഷത്തിരുന്നാൽ കോൺഗ്രസും ദുർബലമാകും. അങ്ങനെ തുടർഭരണത്തിലൂടെ CPM-ഉം അധികാരമില്ലാതെ പ്രതിപക്ഷത്തിരുന്ന് കോൺഗ്രസും ദുർബലമാകും. ആ അവസരത്തിൽ ബി.ജെ.പി കേരളത്തിൽ അധികാരത്തിൽ എത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത്. തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഹിന്ദുക്കളിലും പലരും വോട്ട് ചെയ്തില്ല എന്നാണ് സ്വാമി പറയുന്നത്. തെരഞ്ഞെടുപ്പ് നടന്ന ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ മാത്രം 3 ലക്ഷം പേരാണ് ദർശനം നടത്താൻ വേണ്ടി എത്തിയത്. ഇലക്ഷന്റെ ദിവസം പൊതു അവധി ആയിരുന്നത് കൊണ്ടാണ് അത്. എന്നാൽ സംസ്ഥാനത്തെ മുസ്ലിം വിഭാഗം ഭൂരിപക്ഷവും അവരുടെ വോട്ടുകൾ ചെയ്തു. ഇക്കാര്യത്തിൽ മുസ്ലിം വിഭാഗത്തെ കണ്ട് പഠിക്കണമെന്നും സ്വാമി ചിദാനന്ദപുരി പറയുന്നു. അതേസമയം റിസൾട്ട് വരുന്നതിന് മുന്നേ കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ച സൈബർ പോരിലേക്ക് നീങ്ങുകയാണ്. നേതാക്കളെ അധിക്ഷേപിക്കാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ആഹ്വാനം നടക്കുന്നു. ഇലക്ഷൻ 2026 VDS എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് അധിക്ഷേപിക്കാൻ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. KC വേണുഗോപാലിനെ പിന്തുണച്ചതിന് പിന്നാലെ K സുധാകരനെതിരെയും അധിക്ഷേപങ്ങൾ ഉയരുന്നുണ്ട്. വോട്ടെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെയായിരുന്നു കോൺഗ്രസിൽ മുഖ്യമന്ത്രി പദവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടങ്ങിയത്. മുഹമ്മദ് ഷിയാസ് തുടക്കം കുറിച്ച ചർച്ച എല്ലാവരും പിന്നീട് ഏറ്റുപിടിക്കുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ ആരോഗ്യപരമായ ചർച്ചകളായിരുന്നു നടന്നിരുന്നതെങ്കിൽ അത് പിന്നീട് നേതാക്കളെ അധിക്ഷേപിക്കുന്ന തലത്തിലേക്ക് മാറുകയായിരുന്നു. നേതാക്കളെ അധിക്ഷേപിക്കുന്നു എന്ന് കാണിച്ച് KPCC തന്നെ പരാതിയുമായി പോലീസിനെ സമീപിച്ചിരുന്നു. തങ്ങളുടെ നേതാക്കളെ വ്യാജ അക്കൗണ്ടുകളിലൂടെ അപമാനിക്കുന്നു എന്നായിരുന്നു KPCC നൽകിയ പരാതി. അതിൽ പോലീസ് അന്വേഷണം നടക്കുകയാണ്. അതിനിടയിലാണ് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എതിരാളികൾക്കെതിരെ അധിക്ഷേപം ചൊരിയാനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നത്. KC വേണുഗോപാലിനെതിരെ പ്രചാരണം നടത്തണമെന്നുള്ള നിർദ്ദേശമാണ് പ്രധാനമായും ഈ ഗ്രൂപ്പിൽ നൽകിയിരിക്കുന്നത്. വേണുഗോപാലിനെ പിന്തുണച്ചുകൊണ്ട് റോജി M. ജോൺ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ ഏറ്റവും രൂക്ഷമായ അധിക്ഷേപം ചൊരിയണമെന്ന നിർദ്ദേശം ഈ ഗ്രൂപ്പിൽ നൽകിയിട്ടുണ്ട്. ഈ സന്ദേശം പങ്കുവച്ച ശേഷമാണ് റോജി M. ജോണിന്റെ പോസ്റ്റിൽ അധിക്ഷേപ കമന്റുകൾ നിറയാൻ തുടങ്ങിയത്. ചില പ്രമുഖ നേതാക്കളുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളും വിശ്വസ്തരും ഈ ഗ്രൂപ്പിൽ ഉണ്ടെന്ന് പറയുന്നു.